പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വെളിപാട് ദിവസം 12-ാം അധ്യായം 15-ാം തിരുവചനം. അത് ഇപ്രകാരമായിരുന്നു. അത് മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ഏതാണ് മണൽത്തിട്ട, എന്താണ് മണൽത്തിട്ട എന്നൊക്കെ നമ്മൾ കണ്ടു, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ ലോകത്ത് ആർക്കും അങ്ങനെ ഏതാണ് ഈ മണൽത്തിട്ട എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ക്ലാസ് കേട്ടവർക്ക് വളരെ കുറച്ചാളുകളെ 350 ആളുകളൊക്കെ കണ്ടിട്ടുള്ളൂ, കേട്ടുള്ളൂ. മതി പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയങ്ങൾ ഇനിയാണ് വരുന്നത്, ആയിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ ഭക്ഷണ സമൃദ്ധിയുണ്ട്, വാഹനം ഓടുന്നുണ്ട്, നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, സഭയുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഭയമോ പേടിയൊന്നുമില്ല. സാധാരണ ജീവിതം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ ദുരന്തങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഇതാ വലിയ യുദ്ധം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഇട്ടിരുന്നു. അത് 2400 ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഈ വലിയ യുദ്ധം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാ യുദ്ധം ഓരോ ദിവസവും വലിയ യുദ്ധത്തിലേക്ക് ലോകം നടന്നെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇറാനുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുകയാണ്. ഏകദേശം 1 വർഷം മുമ്പ് തുടങ്ങിയ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയത് കുറയുകയോ തീരുകയോ നശിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് യുദ്ധത്തിൻ്റെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യുദ്ധം തീരുകയല്ല, യുദ്ധത്തിൻ്റെ പുതിയ മുഖങ്ങൾ തുറക്കുകയാണ്, യുദ്ധത്തിൻ്റെ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ്, യുദ്ധത്തിൻ്റെ പുതിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ വലിയ യുദ്ധം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇറാനുമായിട്ടുള്ള യുദ്ധമുണ്ടായി കഴിഞ്ഞപ്പോൾ ലെബനോനുമായിട്ട് യുദ്ധമുണ്ടായാൽ, ഈജിപ്തുമായിട്ട് യുദ്ധമുണ്ടായാൽ, സിറിയയുമായി യുദ്ധമുണ്ടായാൽ, യമനുമായിട്ട് യുദ്ധമുണ്ടായാൽ, ഇതൊന്നും നമ്മളെ പെട്ടെന്ന് ബാധിക്കുകയില്ല. ഇപ്പോൾ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ സാധാരണ ലോകം കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇറാനുമായിട്ട് യുദ്ധമുണ്ടായാൽ എന്താണ് ലോകത്ത് സംഭവിക്കുക എന്നുള്ളത് കഴിഞ്ഞൊരു വാർത്താ ചാനലിൽ ഒരു ചാനൽ പറഞ്ഞത് ഇപ്രകാരമാണ്. ലോകത്ത് നിന്ന് പെട്രോൾ ഡീസലിൻ്റെ വരവ്, എണ്ണയുടെ വരവ് നിലയ്ക്കും, അത് ഭക്ഷണത്തെ ബാധിക്കും, അത് ലോകം മുഴുവനും ദുരിതങ്ങളുമായിരിക്കും എന്ന് ചാനൽ പറഞ്ഞു. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യമാണ്. അതായത് ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാവും, പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാവുമ്പോൾ വലിയ എണ്ണ ടാങ്കുകൾ ദുബായിയുടെയൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോൾ പേർഷ്യൻ കടലിടുക്കിലൂടെ കടന്നുപോയി എണ്ണയുമെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ പെട്രോൾ ടാങ്കുകളിൽ എണ്ണയുണ്ടാകുന്നത്. എന്നാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം വന്നു കഴിയുമ്പോൾ എണ്ണക്കപ്പലുകൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റാതെ വരികയും അത് വലിയ ദുരന്തങ്ങളിലേക്ക് പോവുകയും ലോകത്തിൻ്റെ ഗതി, ലോകത്തിൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ വളരെ വളരെ ദയനീയമായി, ഭക്ഷണമില്ലാതെ ദുരന്തങ്ങളുടെ ഒരു കൂമ്പാരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കൂടെ ഇതോടനുബന്ധിച്ച് നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ഇനി സംഭവിക്കാതിരിക്കുന്ന വലിയ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ലോകം യഥാർത്ഥ യുദ്ധത്തിലേക്ക് പോകുന്നത് അടുത്ത ക്ലാസ്സിൽ എടുത്തരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിലേക്ക് ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരൻ തന്നെ, ഈ സുവിശേഷം ശ്രമിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരൻ ഒരു വാട്സപ്പ് ചിത്രം ഇട്ടു വന്നു. അത് ഇപ്രകാരമാണ്. അതായത് ഒരു സുന്ദരിയായ സ്ത്രീ നടന്നു പോകുന്നു, നല്ല സാധാരണ സ്ത്രീ നടക്കുന്നത് പോലെ തന്നെ നടക്കുന്നു. കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചിട്ടുണ്ട്, അവൾ കൈ വീശിയാണ് നടക്കുന്നത്. നടന്നൊരു കയ്യിലൊരു ഒരു ചെറിയ ഹാൻഡ് ബാഗ് പിടിച്ച് നടന്നു പോവുകയാണ്. ഒരു ഷഡ്ഡി പോലത്തെ സാധനമായിട്ടിരിക്കുന്ന മേത്ത് ഉടുപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പുറകെ ആളുകൾ നടന്നിട്ട് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകൾ അത് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കുറച്ച് കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇത് AI റോബോട്ട് സുന്ദരിയായ സ്ത്രീയാണ്, റോബോട്ട് സ്ത്രീയാണ്. ഒറിജിനൽ ഒരു സ്ത്രീ നടക്കുന്നത് പോലെയും കയ്യിൽ മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നു, തല തിരിച്ചു നോക്കുന്നു, ബസ് സ്റ്റാൻഡ് ഏതാണെന്ന് നോക്കുന്നു, അവിടെ പോയി കുറേ സമയം ബസ് കാത്തു നിൽക്കുന്നു. അങ്ങനെ ഒരു സംഭവം, ഒറിജിനൽ ഒരു സ്ത്രീ, ഒരു വിദേശ വനിത നടന്നു പോകുന്ന പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു AI റോബോട്ട് സ്ത്രീ നടക്കുന്നു, ചലിക്കുന്നു, സംസാരിക്കുന്നു, അതിരിക്കുന്നു, കിടക്കുന്നു, എടുക്കുന്നു, എണീക്കുന്നു. ഇങ്ങനെ ഒരു വലിയ വിപ്ലവത്തിലേക്ക് ലോകം കടന്നു വരികയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മണൽത്തിട്ടകൾ. ഓരോ രാജ്യത്തെ ഗവൺമെൻറ്റിനും തൻ്റെ ഗവൺമെൻറ്റിന് സമ്പത്തുണ്ടാക്കുവാൻ അവർ ടെക്നോളജികളെ വികസിപ്പിക്കുകയും ഈ ടെക്നോളജിയുടെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിറ്റുകൊണ്ട് അവർ കോടാനു കോടി രൂപകൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ മുമ്പിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോണിൻ്റെ സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ടാണ്
നമുക്ക് ഇപ്പോൾ ഈ സുവിശേഷം ലോകത്തോട് കൊടുക്കാൻ പറ്റുന്നത്. ഈ സാങ്കേതിക വിദ്യയെ നിർമ്മിച്ചത് ഇസ്രായേൽക്കാരും അതുപോലെ ടെക്നോളജി അറിയാവുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അതേപോലെ ഇനി ലോകത്ത് വരാനിരിക്കുന്ന ടെക്നോളജികളുടെ ഏറ്റവും വലിയ മർമ്മം, ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിൻ്റെ ഭയാനകമായ സംഭവത്തിൻ്റെ, എന്നാൽ ഏറ്റവും ജനം സ്വാഗതം ചെയ്യുന്ന, എല്ലാ മനുഷ്യരും രഹസ്യമായിട്ട് സ്ത്രീകളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും തൻ്റെ കിടപ്പറയിൽ ഒരു സുന്ദരിയായ സ്ത്രീയെ നിഗൂഢമായി ആരും അറിയാതെ വെച്ചുകൊണ്ട് ഭോഗിക്കുകയും ചെയ്യുന്ന വലിയ സംഭവത്തിലേക്ക്, വലിയ പൈശാചി പിടുത്തത്തിലേക്ക്, വലിയ ദൈവകോപത്തിന് കാരണമാകുന്ന അവസ്ഥയിലേക്ക് വരത്തക്ക വിധം ലോകത്തിലെ മുഴുവനും മൺതിട്ടകളെ ഉയർത്തിക്കൊണ്ട്, ചെളിയും പൊടിയും ഉപ്പുരസവും നിറഞ്ഞ മൺതിട്ടകൾ, കടൽ തീരത്തെ മൺതിട്ടകളെ പോലെ ലോകം മുഴുവനും മൺതിട്ടയായി മാറ്റുന്ന ഒരു സംഭവമാണ് AI റോബോട്ട് എന്ന സ്ത്രീരൂപം. അതേപോലെ പുരുഷരും, ഇഷ്ടമുള്ള പുരുഷൻ്റെ സൗന്ദര്യം, നമുക്ക് കണ്ടിട്ടുള്ള സിനിമാ നടന്മാരോ സിനിമാ നടികളോ ഇഷ്ടമുള്ള സ്ത്രീകളുടെ രൂപത്തിൽ. എനിക്കൊരു സിനിമാ നടിയെ ഇഷ്ടമാണെങ്കിൽ ആ സിനിമാ നടിയെ പോലെയുള്ള AI റോബോട്ടുകൾ, എനിക്കൊരു സിനിമാ നടനെ ഇഷ്ടമാണെങ്കിൽ ആ നടനെ പോലുള്ള AI റോബോട്ടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കാലം അടുത്തു വരികയാണ്. അതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം, ഇതേത് കാലഘട്ടത്തിലാണ് ഇത്തരം റോബോട്ടുകൾ, സ്ത്രീ റോബോട്ടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെട്ടതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ മൺതിട്ടയിലേക്കാണ് ഈ സംഭവം വരുന്നത്. ലോകത്തിലെ ജനങ്ങളുടെ, ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ, സഭയുടെ വിശുദ്ധിയുടെ വ്യവസ്ഥിതിയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് ലോകം മുഴുവനും ഈ മൺതിട്ടയെ അംഗീകരിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കുവാൻ സ്ത്രീ രൂപത്തെ സ്ഥാപിച്ച് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിൽ നിന്ന് പറിച്ചു മാറ്റി AI റോബോട്ടുകൾക്ക് വേണ്ടി മനുഷ്യൻ തീരെഴുതി കൊടുക്കുമ്പോൾ ഇത് വലിയ വിഗ്രഹാരാധനയാണെന്നും ഇത് പൈശാചി ശക്തിയുടെ അടിമത്തത്തിലേക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് കടന്നു ചെല്ലുന്നതും മനസ്സിലാക്കിക്കൊണ്ട് അത് കർത്താവ് പറഞ്ഞ വചനം നമുക്ക് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സുവിശേഷത്തിലൂടെ യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാൻ. കാരണം ഇനി ആഗോള യുദ്ധം, അതിൻ്റെ മൂന്നാം ലോകമഹായുദ്ധം, ലോകം കാത്തിരിക്കുന്ന ലോകമഹായുദ്ധം നമ്മുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 1, 2, 25, 26 2 വർഷം കൂടെ ഇങ്ങനെയൊക്കെ എന്നാൽ ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. ചെറിയ ചെറിയ യുദ്ധങ്ങളുണ്ടാവും. എന്നാൽ വൻ യുദ്ധം 27 ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മൾ കാണേണ്ട ഒരു വലിയ മൺതിട്ട ലോകം മുഴുവനും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയാണ്, എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. ദൈവമായ കർത്താവ്, ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം മുതൽ കർത്താവ് എഴുതി വെച്ച വചനത്തെ നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ദേശത്ത് എന്ന് പറഞ്ഞാൽ ലോകത്ത്, ദേശം എന്ന് പറയുമ്പോൾ അത് കർത്താവ് അർത്ഥമാക്കുന്നത് ഇസ്രായേൽ ദേശമാണ്. എന്നാൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ആഗോള യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യുദ്ധത്തെ നമ്മൾ നോക്കുമ്പോൾ ലോകം മുഴുവൻ യുദ്ധം വരികയാണ്. മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് ദേശം എന്ന് അർത്ഥമാക്കുന്നത് ലോകം മുഴുവനുമാണ് പ്രിയപ്പെട്ടവരെ. ദേശത്ത് ഞാൻ ക്ഷാമം വഹിക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണമോ ദാഹജലത്തിനോ ഉള്ള വറുതി അല്ല. ഭക്ഷണമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല. അതൊരു പ്രത്യേക ക്ഷാമമാണ് പ്രിയപ്പെട്ടവരെ. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണത്തിന് വറുതി, ഭക്ഷണത്തിന് ക്ഷാമം, ദാഹജലം കുടിക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു ക്ഷാമമല്ല ഭൂമിയിൽ വരാൻ പോകുന്നത്. അത് പിന്നീടാണ് വരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമുക്കുണ്ട്, ധാരാളം ഭക്ഷണമുണ്ട്, ദാഹജലമുണ്ട്, ഭക്ഷണപദാർത്ഥങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ദാഹജലമില്ല. കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഒരു നിഗൂഢ രഹസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഈ ആധുനിക ലോകത്ത്, ശരിക്കും പറഞ്ഞാൽ ആധുനിക ലോകത്ത് ഇത്രമാത്രം സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് എവിടെ നിന്നായിരുന്നു? നമുക്കറിയാം, പാശ്ചാത്യ സംസ്കാരം അഥവാ റോമിൽ AD 200 ശേഷം, AD 300 ശേഷം റോമ സാമ്രാജ്യത്തിൽ നിന്നൊക്കെ ആയിരുന്നു ശരിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അന്നത്തെ സുവിശേഷം കടന്നു ചെന്നത്. അന്നത്തെ രാജാവ് ഈ ക്രിസ്തു മതത്തെ
തന്നെ രാജകീയ മതമായിട്ട് അംഗീകരിക്കുകയും അതിന് പ്രോത്സാഹനമൊക്കെ കൊടുത്ത ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെ അവിടുന്ന് ക്രിസ്തുമത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ യൂറോപ്പ് ആയിരുന്നു ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് പാതിരിമാർ, വിദേശ മിഷണറിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് സുവിശേഷം കൊടുത്തത് നമുക്കറിയാം. അതിനുശേഷം അത് അമേരിക്കയിലേക്ക് പടർന്നു. അമേരിക്കയിൽ നിന്ന് എണ്ണയും ഗോതമ്പും പാൽപ്പൊടിയുമൊക്കെ ഈ സുവിശേഷത്തിനോട് ചേർത്ത് അവർ ഭക്ഷ്യവസ്തുക്കളുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കൊടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഉപ്പുമാവും എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് ഞങ്ങൾ കിട്ടുമായിരുന്നു. അതെല്ലാം അവരുടെ സുവിശേഷത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കയറ്റി കൊടുത്തതായിരുന്നു. അപ്പോൾ അവിടെ സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഈറ്റില്ലമായിരുന്നു യൂറോപ്പ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ന് യൂറോപ്പ് എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് യൂറോപ്പ് എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങളിൽ, അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ ഒക്കെ നമുക്കറിയാം ദേവാലയങ്ങൾ അത് കച്ചവട സ്ഥാപനമോ ബാറുകളോ നൃത്തശാലകളോ അല്ലെ വ്യവസായ സ്ഥാപനങ്ങളായിട്ട് ദേവാലയങ്ങൾ മാറി. ദേവാലയങ്ങൾ വിറ്റു, അനേകർക്ക് വിറ്റു. ദേവാലയത്തിൽ വിശുദ്ധ ബലി നടക്കുന്നില്ല, അവിടെ സുവിശേഷം നടക്കുന്നില്ല, കൂദാശികൾ പരികർമ്മം ചെയ്യുന്നില്ല, വിവാഹം അവിടെ പരികർമ്മം ചെയ്യുന്നില്ല, അവിടെയൊക്കെ സുവിശേഷം നശിച്ചുപോയി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അപ്പോൾ ക്ഷാമമായിരിക്കും അത്. അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. അന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിയപ്പെട്ടവർ, ഇന്ന് കാനഡയിൽ താമസിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് തൻ്റെ സുവിശേഷം ഒന്ന് ലഭിക്കണം, എനിക്കല്പം സുവിശേഷം ലഭിക്കണം, എൻ്റെ മനസ്സിന് അല്പം ആനന്ദം ലഭിക്കണം, എനിക്കൊരു സമാധാനം കിട്ടണം, എനിക്കൊരു സന്തോഷം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആ രാജ്യത്തെ ധ്യാന സെൻ്ററുകൾ തപ്പി നടന്നാൽ അവർക്ക് കിട്ടുകയില്ല. അമേരിക്കയിൽ ധ്യാന സെൻ്ററുകൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അമേരിക്കയിലെ രാഷ്ട്രങ്ങളിൽ കൂടെ നടന്നാൽ അവിടെ എവിടെ 1-2 ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയി ഒരു ധ്യാനം നടത്തേണ്ടി വന്നേക്കാം. അവിടെയും ധ്യാന സെൻ്ററുകൾ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ യൂറോപ്യൻ പ്രദേശങ്ങൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ധ്യാനങ്ങൾ ലഭിക്കുന്നില്ല, കർത്താവിൻ്റെ സുവിശേഷം ലഭിക്കുന്നില്ല. അതുപോലെ നമുക്കറിയാം ഇന്നിപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം ധ്യാനങ്ങൾ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അന്നവർ കടൽ മുതൽ കടൽ വരെയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 അർത്ഥമുണ്ട് അതിന്. ഒന്ന്, അമേരിക്കയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് മഹാസമുദ്രം, ആ പസഫിക് മഹാസമുദ്രം മുതൽ ആളുകൾ കർത്താവിൻ്റെ വചനം തേടി ഇങ്ങോട്ട് വന്നാൽ അറ്റ്ലാന്റിക് സമുദ്രമായ യൂറോപ്പിൻ്റെ പ്രദേശം മുഴുവൻ കടന്നു വന്നാലും അവിടെയൊന്നും കർത്താവിൻ്റെ സുവിശേഷം ലഭിക്കില്ല. ആ കടലും കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന് കേരളമെന്ന സ്ഥലത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് അല്പം ദൈവവചനം ലഭിക്കുന്നത്, ധ്യാന സെൻ്ററുകൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരർത്ഥം ഇതാണ്, ദൂരദേശമായ കടൽ, ആ സമുദ്രം, പസഫിക് സമുദ്രം മുതൽ ഇങ്ങോട്ട് പോന്നാൽ ഏത് കടൽ കടന്നിങ്ങോട്ട് വന്നാലും നമുക്ക് സുവിശേഷം ലഭിക്കുന്നില്ല. അതിൻ്റെ 2ാമത്തെ അർത്ഥമാണ് കടൽ പോലുള്ള അമേരിക്കൻ സമൂഹം, 60 കോടി വരുന്ന അമേരിക്കൻ സമൂഹത്തെ അത് കടലായിട്ട് നമുക്ക് കാണാം. ആ കടലിൽ മുതൽ അവിടെയൊക്കെ തപ്പി നടന്നാലും സുവിശേഷം ലഭിക്കുന്നില്ല. അവിടുന്ന് അവർ യൂറോപ്യൻ ദേശത്തേക്ക് വന്നു. യൂറോപ്യൻ ജനങ്ങൾ, കടൽ പോലെ കിടക്കുന്ന യൂറോപ്യൻ ജനങ്ങളുടെ അടുത്തേക്ക് വന്ന് അവിടെ നോക്കിയാൽ സുവിശേഷം ലഭിക്കുന്നില്ല. പിന്നെ അവരവിടുന്ന് ഇന്ത്യ രാജ്യത്തിലേക്ക് വന്നു, അല്ലെ ചൈനയ്ക്ക് പോയി കിട്ടുകയില്ല, റഷ്യയിലേക്ക് പോയി കിട്ടുകയില്ല. ഇപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം അല്പം നമുക്ക് ആശ്വാസത്തിന് വേണ്ടി കിട്ടുന്നത് എവിടെയാണ്? നമുക്ക് കേരളത്തിലാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രം തീരത്തോട് ചേർന്ന് കിടക്കുന്ന കടൽ മുതലാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. ഈ കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരങ്ങളെ, എന്നെ ഒരാൾ വിളിച്ചത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പ് ദേശത്തു നിന്നൊരു സഹോദരൻ എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട്, യേശുവിൻ്റെ 2ാം വരൻ്റെ ക്ലാസ് കേട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പതിവായി ബ്രദറിൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഞാൻ അതനുസരിച്ച് ഒരുങ്ങിക്കൊണ്ടും ഇരിക്കുകയാണ്. അത് പറയാൻ കാരണവും ബ്രദറിനെ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വളരെ ക്ലേശത്തോടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു. ഭാര്യ മറ്റേതോ വ്യക്തിയുമായിട്ട് സംഗമത്തിലാവുന്നു, ഇദ്ദേഹത്തെ തഴയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, ഇദ്ദേഹത്തോട് സംസാരിക്കില്ല, ഇദ്ദേഹത്തെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവർ തമ്മിൽ സംഭാഷണമില്ല, മക്കളെല്ലാം പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വിട്ടു. അങ്ങനെ ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൊടുക്കുന്നില്ല, ഭർത്താവിൻ്റെ ശമ്പളം ഭാര്യ കൊടുത്ത ഭാര്യ വാങ്ങുകയില്ല, തമ്മിൽ സംഭാഷണമില്ല, ഇവരകന്ന് കഴിയുകയാണ്. എന്നിട്ട് ആ സ്ത്രീ
മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാറിൽ പോവുകയും വരികയും ചെയ്യുന്നത് ഈ ഭർത്താവ് നോക്കി ഇന്ന് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ മനനില തെറ്റി. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷമില്ല. ഇനി മരണത്തെക്കുറിച്ചുള്ള ചിന്ത, എന്തിനു ജീവിക്കണം, സ്വന്തം ഭാര്യയും മക്കളെ എന്നെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആത്മസംഘർഷം അതിഭയങ്കരമായപ്പോഴാണ് എൻ്റെ ക്ലാസ് കേൾക്കുന്നത്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു ധ്യാനം കൂടണം. ഞാൻ വല്ലാത്ത മാനസിക സങ്കടത്തിലാണ്, ആത്മസംഘർഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കർത്താവ് പറയണം, അതായത് യൂറോപ്പിൽ നിന്ന് വിളിക്കുമ്പോൾ യൂറോപ്പ് ദേശത്തിലൊന്നും അവർക്ക് കർത്താവിൻ്റെ വചനം ലഭിക്കുന്നില്ല. അല്പം ആശ്വാസത്തിന് ഇപ്പോൾ നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ അല്പം ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ലോകയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണവും വെള്ളവും നമ്മുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ നമ്മുടെ ആത്മസംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കും. അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. എവിടെ കർത്താവിൻ്റെ സുവിശേഷം ലഭിക്കും? എവിടെ കർത്താവിൻ്റെ ആശ്വാസം ലഭിക്കും? എവിടെ എനിക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ പറ്റും? എവിടെ എനിക്ക് സമാശ്വാസം ലഭിക്കും? എനിക്ക് അല്പ സന്തോഷം എവിടെ നിന്ന് കിട്ടും? അതെന്തും കർത്താവിൻ്റെ വചനം ലഭിക്കും. ഒഴിഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. അതാ പറഞ്ഞത്, ഇങ്ങനെ ഉഴറി നടക്കും. എവിടെ കിട്ടും ഒരു ധ്യാനം? എവിടെ കിട്ടും കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും സുവിശേഷം അസ്തമിച്ചു കഴിഞ്ഞു. ധ്യാന പ്രസംഗങ്ങൾ ഇല്ലാണ്ടായി. കേരളത്തിൽ മാത്രം അല്പം നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കർത്താവിന് അഞ്ചര ഉഴലുമെങ്കിലും അവർ കണ്ടെത്തിയില്ല. അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. കണ്ടെത്തിൽ അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദാഹമെന്ന് നിങ്ങൾക്കറിയാമോ? സുന്ദരികളായ കന്യകമാരാണ്, അത് വിവാഹം കഴിച്ചിട്ടില്ല. സുന്ദരന്മാരായ യുവാക്കന്മാരാണ്, അവർ വിവാഹം കഴിച്ചിട്ടില്ല. അന്ന് അവർ ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. എന്താണ് അവരുടെ ദാഹം എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടുത്തൊരു അതിനോട് പറഞ്ഞിട്ട് ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. ദാനിൻ്റെ ദൈവമാണ്, ബേർഷേബയുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമര്യായിലെ അഷീമ ദേവതയുടെ പേരിൽ അവർ സത്യം ചെയ്യും. അങ്ങനെ സത്യം ചെയ്യുന്നവർ നിലം പതിക്കും, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. ആ വചനോട് പറഞ്ഞിട്ട് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകണം. ഇവിടെ ദാനിൻ്റെ ദൈവമാണ്. ഈ സുന്ദരികളായ യുവാക്കന്മാർ യുവകളും ദാഹം കൊണ്ട് മൂർച്ഛിച്ച് വീഴുന്നത് എന്താണ്? അവർക്ക് വിവാഹം കഴിക്കാൻ വിവാഹമില്ല, വിവാഹത്തോട് താല്പര്യമില്ല, വിവാഹം ഇഷ്ടമില്ല. എന്നാൽ അവർക്ക് ലൈംഗിക അഭിനിവേശം അതിശക്തമായിട്ട് അവരെ ലൈംഗിക ആസക്തി, ഭോഗാസക്തി അവരിലേക്ക് ഇരച്ചു കയറും. അവർ കാണുന്ന ബ്ലൂ ഫിലിമുകളും ചീത്തപ്പടങ്ങളും അവർ കാണുന്ന റോബോട്ടിൻ്റെ പ്രോഗ്രാമുകളും കണ്ട് അവരിലേക്ക് അമിതമായ ലൈംഗിക ആസക്തി അരച്ചു കയറി അവർ സ്വയം ഭോഗം ചെയ്ത് അവരുടെ രതിമൂർച്ചയിൽ അവരെത്തും. അവരുടെ ബീജസ്ഖലനം ഇത് കാണുന്നതിലൂടെ സംഭവിക്കുമ്പോൾ അവരുടെ ശരീരം രതിമൂർച്ച അനുഭവിക്കും. അങ്ങനെ മൂർച്ഛിച്ചു വീഴും. അത് സ്ത്രീകളും പുരുഷന്മാരും വിവാഹത്തെ വേണ്ടാന്ന് വയ്ക്കും. എന്നാൽ വിവാഹം കഴിക്കാതെ തന്നെ അവർക്ക് ലൈംഗിക രതിമൂർച്ച കിട്ടുന്ന രീതിയിൽ ഈ ലോകത്ത് സംഭവിക്കുന്ന ഭോഗാസക്തിയുടെ മാദകമായി വീഞ്ഞ് അവർ മട്ടുവരെ ഉറ്റിക്കുഴിച്ചെന്ന് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വിവാഹം കഴിക്കാതെ, സ്ത്രീ ഇല്ലാതെ തന്നെ അവർക്ക് ലൈംഗിക ബന്ധം സ്ഥാപിക്കും. അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം അതാണ് കമ്പ്യൂട്ടർ AI റോബോട്ട് സുന്ദരി സ്ത്രീകൾ. നമുക്ക് അറിയാൻ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറിജിനൽ സ്ത്രീ തന്നെ, കാഴ്ചയിൽ ഒറിജിനൽ സ്ത്രീയാണ്. അവർക്കൊരു സ്ത്രീയുടെ ശരീരവും അതിൻ്റെ ശരീര അവയവങ്ങളും എല്ലാം വ്യക്തമായിട്ടുണ്ട്. അവർ സംസാരിക്കും, കൂടെ നടക്കും, കൂടെ കിടക്കും, ഭക്ഷണം കൊണ്ടുത്തരും, അവർ സംസാരിക്കും, എല്ലാം ചെയ്യും. അവർക്ക് ആത്മാവില്ല, മനസ്സില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് അനുസരിക്കും. കാരണം കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് പറയും. അവരൊരു സ്ത്രീയെപ്പോലെ അവരിങ്ങനെ ബെഡ്റൂമിൽ കിടക്കും. ഒരു ഭാര്യയോടെന്ന പോലെ ആ പുരുഷന്മാർ, യുവാക്കന്മാരും യുവതികളും ഇത്തരം കമ്പ്യൂട്ടർ AI റോബോട്ടുകളുടെ പുരുഷന്മാരുമായിട്ടും റോബോട്ട് കമ്പ്യൂട്ടർ സ്ത്രീകളുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംവിധാനം വരും. ലോകത്തത് എത്തിയിട്ടുണ്ട് നിഗൂഢമായി. എന്നാൽ അത് പബ്ലിക്കായിട്ട് വളരെയേറെ അതിനെ സമൂഹം അംഗീകരിക്കുന്ന സർപ്പ ആരാധന, അത് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്.
വലിയ സർപ്പാരാധന വരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്താണ് പറയുന്നത്? ദാനിൻ്റെ ദൈവമാണ് ദാൻ ദൈവം, ദാൻ വംശജനാണ് ഇനി എതിർക്രിസ്തു വരാൻ ദാൻ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എതിർക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുക, വ്യഭിചാരത്തെ വളർത്തിയെടുക്കുക, വ്യഭിചാരം എന്ന് വിവാഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വ്യഭിചാരത്തെ വിവാഹം പോലെ ആക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള വിവാഹം, അത് സുവർഗഭോഗമാകാം, മൃഗഭോഗമാകാം, ശവഭോഗമാകാം, റോബോട്ട് സ്ത്രീകളുമായിട്ടുള്ള യന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാവാം. അങ്ങനെ ഏത് വിധത്തിലുള്ള ലൈംഗിക ആസ്വാദനവും നടത്താൻ ഈ ദാൻ വംശജനായ സാത്താന് കഴിയും. ദാനിൻ്റെ ദൈവമാണ്, ബത്ശബയുടെ മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള മാർഗങ്ങൾ, രീതികൾ, സംവിധാനങ്ങൾ അതിനെ അവർ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് മാർഗമാണ് എന്ന് പറഞ്ഞ് സമര്യായിലെ അഷിമ ദേവതയുടെ പേരിൽ സത്യം ചെയ്യും അവർ. അഷിമ ദേവത എന്ന് പറഞ്ഞാൽ ലൈംഗിക ദേവത എന്ന് പറഞ്ഞാൽ രതിമൂർച്ച തരുന്ന രതിദേവന്മാർ, ലൈംഗിക ആസക്തി തരുന്ന രതിദേവന്മാർ, രതിമൂർച്ച ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും വിവാഹം കഴിക്കാതെ തന്നെ എല്ലാവിധ ലൈംഗിക സുഖവും അനുഭവിക്കാൻ കഴിയുന്ന ലൈംഗിക ദേവതയാണ് സമര്യയിലെ അഷിമ ദേവത എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ബ്ലൂ ഫിലിമുകൾ, ഇനി വരാൻ പോകുന്ന റോബോട്ട് സ്ത്രീകൾ, പ്രത്യേക രീതിയിൽ ഇനി സ്ത്രീയുടെ ശരീര അവയവങ്ങൾ വാങ്ങാൻ കിട്ടുന്ന കാലം വരും. സ്ത്രീയുടെ ശരീരാവയവങ്ങൾ, സ്ത്രീയുടെ മാറിടം വേണേൽ മാത്രം വാങ്ങാൻ കിട്ടും. അരയ്ക്ക് കീഴ്പോട്ടുള്ള സ്ഥലങ്ങൾ മാത്രമായിട്ട്, ലൈംഗികമായി മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. പാഴ്സുകൾ, സ്ത്രീകളുടെ അവയവം മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. അങ്ങനെ വിവിധ അവയവങ്ങൾ വാങ്ങാൻ കിട്ടുന്ന കാലഘട്ടം കൂടെ ഇനി വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ അവർ പറയും, അഷിമ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലംപതിക്കും, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. എന്താണെന്ന് വെച്ചാൽ ബാൽ ദേവന്മാർ, ദാനിൻ്റെ ദൈവമാണ് ബാൽ ദേവന്മാർ എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? പറയുന്നതാണ് സാമ്പത്തിക ശേഷിയുള്ള വലിയ കോടാനുകോടി സാമ്പത്തിക ശേഷിയും സൈന്യശക്തിയും സ്വാധീനമുള്ള ബാൽ ദേവന്മാർ എന്ന് പറഞ്ഞാൽ വലിയ കോടാനുകൂടി പണക്കാരൻ, വലിയ ആസ്തിയുള്ളവർ, വലിയ സ്വാധീനമുള്ളവർ, വലിയ സ്ഥാനമാനങ്ങൾ നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇവർ ഈ യുവതീവാക്കന്മാർ സഖ്യം ചെയ്യും. എന്നിട്ട് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഈ ലൈംഗിക ഈ വസ്തു മതി, ഈ റോബോട്ട് മതി, എനിക്കത് മതി, ഞാൻ നിങ്ങളുമായിട്ട് സത്യം ചെയ്യാം, ഞാൻ ഈ മറ്റ് വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല, എനിക്കിത് മതി, ഈ റോബോട്ട് സ്ത്രീയെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് റോബോട്ട് സ്ത്രീകളെ വാങ്ങുകയും അതിനെ കിടപ്പറകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലഘട്ടം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ബത്ശബയുടെ മാർഗമാണ് നമ്മൾ വായിച്ചാലേ മനസ്സിലുള്ള പരിപാടി. അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും എന്ന് പറഞ്ഞാൽ വിവാഹം ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും, വിവാഹത്തെ ഇല്ലാതെയാക്കും, വിവാഹത്തിൻ്റെ മഹത്വത്തെ എടുത്തുകളയും, വിവാഹത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയും, സഭയിൽ വിവാഹത്തെ നിരോധിക്കും, അതിന് പ്രോത്സാഹനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് സഭാ നേതൃത്വം തന്നെ, ലോകം തന്നെ, ഗവൺമെൻറ്റുകൾ തന്നെ വിവാഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ദാഹം കൊണ്ട് മുറിച്ചു ദാനിൻ്റെ ദൈവമാണ്, ബത്ശബയുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമര്യായിലെ അഷിമ ദേവതയുടെ ലൈംഗിക ദേവതയുടെ പേരിൽ അവർ സത്യം ചെയ്യും. ഈ ലൈംഗിക നിർവൃത്തി മതി എനിക്ക്, ഈ ലൈംഗിക ആവേശം മതി എനിക്ക്, ഈ ലൈംഗിക സംതൃപ്തി മതി എനിക്ക്, ഇതിലൂടെ കിട്ടുന്ന ലൈംഗിക രതിസുഖം മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ലൈംഗിക ദേവതയുമായിട്ട്, ഈ രതിദേവനുമായിട്ട്, കാമദേവനുമായിട്ട്, അതിൻ്റെ മാർഗങ്ങളുമായിട്ട് ജനങ്ങൾ, സുന്ദരികളായ യുവാക്കന്മാരും സുന്ദരികളായ യുവതികളും സത്യം ചെയ്യും. അങ്ങനെ സത്യം ചെയ്യുന്നവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. സർവശക്തനായ ദൈവം പറയുകയാണ്, വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ മരണം, ഒരു മനുഷ്യനൊന്ന് മരിച്ചു, അടക്കി, ആ മനുഷ്യനെ വീണ്ടും ദൈവമായ കർത്താവ് ഉയർപ്പിച്ച് അവനെ വിധിക്കുന്ന സമയമുണ്ട്. ആ വിധിയുടെ സമയത്ത് രണ്ടാമതൊരു മരണം കൂടെ കർത്താവ് കൊടുക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ മരണമാണ് അവൻ്റെ നിത്യപാതാളം. അവന് ജീവനിലേക്ക്, വീണ്ടും ഈ ശരീരത്തെ കൊടുത്തുകൊണ്ട് ജീവനിലേക്ക്, സ്നേഹത്തിലേക്ക്, ദൈവ സന്തോഷത്തിലേക്ക്, നിത്യതയിലേക്ക്, നിത്യമഹത്വത്തിലേക്ക്, നിത്യജീവൻ, നിത്യ ആനന്ദത്തിലേക്ക്, നിത്യശരീരത്തിലേക്ക്, മരണമില്ലാത്ത മരണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ? സൃഷ്ടി ജീർണതയുടെ അടിമത്തിന് മോചനം പ്രാപിക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുന്ന ആ വലിയ നിർണായക ഘട്ടത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്ന അവസ്ഥയിൽ, ആ അവസ്ഥ കിട്ടാതെ രണ്ടാമത്തെ മരണത്തിലേക്ക്, നിത്യപാതാളത്തിലേക്ക് എടുത്തു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകും ഭൂമി. ഇതാണ് വലിയ മണൽത്തിട്ട പ്രിയപ്പെട്ടവരെ. ലോകം മുഴുവനും സഭയിലടക്കം ഈ മണൽത്തിട്ട രൂപം പ്രാപിച്ചു.
ഈ മണൽത്തിട്ട ജീവനില്ലാത്ത മണൽത്തിട്ട. ഈ മണൽത്തിട്ടയെ തൊട്ടാൽ നമ്മൾ നശിച്ചു പോകും. ഈ മണൽത്തിട്ടയുടെ അശുദ്ധി, ഈ മണൽത്തിട്ടയിലെ ചെളി, ഈ മണൽത്തിട്ടയുടെ നിർജീവാവസ്ഥ മനുഷ്യകുലത്തെ പിടിച്ചു കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ വെർഷനുകൾ, വിവിധ രീതിയിലുള്ള വിഭാഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? വെളിപാടിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം, ഇതിൻ്റെ ബാക്കി അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാനും കൊല്ലിക്കാനും വേണ്ടിയിരുന്നത്. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. ഈ AI റോബോട്ട് സംസാരിക്കും, നടക്കും, എടുക്കും, കിടക്കും, എഴുന്നേൽക്കും, ഓടുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനെ സംസാരിക്കുകയും ചെയ്യും. അപ്പം അതിന് ജീവശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ആത്മാവില്ല. ഇതിനി ആത്മാവിനെയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തണം പറഞ്ഞുകൊണ്ട് വെളിപാടിനെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മഹാപീഡന കാലത്ത് ഈ മനുഷ്യ കുരുതി ഇതിൻ്റെ മുമ്പിൽ നടക്കും. ഈ ഇത്തരം സംഭവങ്ങൾ തമ്മിൽ അങ്ങനെ കുരുതി കൊടുത്തിട്ട് ഈ മരിക്കുന്ന ആളുടെ ആത്മാവ് ഈ AI റോബോട്ടുകളിലേക്ക് കയറട്ടെ, എന്നിട്ട് അതിന് ജീവൻ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും ഇപ്പോൾ ഈ സംസാരശക്തി ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഓൾറെഡി ഈ AI റോബോട്ടുകൾ സംസാരിക്കും, സ്ത്രീരൂപം പുരുഷരൂപം സംസാരിക്കും വേണ്ടിയിരുന്നത്, അല്ലാത്തൊരു കൊല്ലിക്കാനും വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. അവർക്ക് അത്രമാത്രം ഇതിനെ ആരാധിക്കുന്ന അവസ്ഥ, അത്രമാത്രം അതിനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ, അത്രമാത്രം അതിനെ സ്നേഹിക്കുന്ന അവസ്ഥ. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കും. AI റോബോട്ടിന് വിവാഹം കഴിക്കുന്ന പബ്ലിക് പരിപാടികളിലുണ്ടാവും, അങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ടാവും, അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സംഭവമുണ്ടാവും. അതിസുന്ദരികളായ സ്ത്രീകൾ, ഒറിജിനൽ സ്ത്രീകൾ, അവർ സംസാരിക്കുന്നു, കണ്ണിമിക്കുന്നു, നോക്കുന്നു, കാണുന്നു, ചലിക്കുന്നു, മൊബൈൽ ഫോൺ എടുക്കുന്നു, കുത്തുന്നു, നമ്മുടെ കൂടെ നടക്കുന്നു, വരുന്നു, നമ്മുടെ ബെഡ്റൂമിൽ കയറുന്നു, കിടക്കുന്നു. അതുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആ ലൈംഗിക അവയവങ്ങൾ വരെ ആ AI റോബോട്ടുകളിൽ നിക്ഷിപ്തമായിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഇനി ഞാൻ ആ വചനം വായിക്കും, നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രിയപ്പെട്ടവരെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണമോ ദാഹജലത്തിലുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും അവർ കണ്ടെത്തുകയില്ല. അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. ദാനിൻ്റെ ദൈവമാണ്, ബത്ശേബയുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമരിയായിലെ അഷിമ ദേവതയുടെ പേരിൽ അവർ സത്യം ചെയ്യും. അങ്ങനെ അവർ സത്യം ചെയ്യുന്നവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. ആ മണൽത്തിട്ട, ഈ മണൽത്തിട്ട, അത് മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ യുദ്ധത്തിനായും മനുഷ്യ മക്കളെ ആത്മാവിനെ നശിപ്പിക്കുന്നതിനായും കത്തോലിക്ക സഭയെ നശിപ്പിച്ച് തീർക്കുന്നതിനായും സഭാവിശ്വാസത്തെ, ക്രിസ്തു വിശ്വാസത്തെ, വിശുദ്ധിയുടെ കന്യകമാരെ നശിപ്പിക്കുന്ന രീതിയിൽ ദൈവവും ദൈവത്തിൻ്റെ സഭയുടെയും വചനങ്ങളെയും കൂദാശകളെയും പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന ആ വലിയ സംഭവം ഇതാ AI റോബോട്ടിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി 3-ാം ലോക മഹായുദ്ധം 27 ആരംഭിച്ച് അത് 2 വർഷമോ മുന്നോട്ട് പോകുമ്പോൾ ഇത് ലോകത്ത് ഈ AI റോബോട്ടുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരും. പ്രത്യേകിച്ചും പുരുഷന്മാർ യുദ്ധത്തിൽ മരിക്കും, സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോകപ്പെട്ട് സ്ത്രീകളുടെ ലഭ്യത, വിവാഹം കഴിക്കാൻ സ്ത്രീകളില്ലാതെ വരും, സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഇല്ലാതെ വരും, പുരുഷന്മാർക്ക് സ്ത്രീയെ ഇല്ലാതെ വരും. അങ്ങനെ സമൂഹത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ എന്നാൽ അവർക്ക് ലൈംഗിക ആവേശം കൂടുകയും ചെയ്യും. കാരണം ഇത്തരം മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ലൈംഗിക ആസക്തി വർദ്ധിക്കും, അവൻ്റെ ലൈംഗിക അഭിനിവേശം 10 മടങ്ങായി വർദ്ധിക്കും. അപ്പോൾ അവർക്ക് ബീജസ്രവം നടത്തുന്നതിനോ ലൈംഗിക അഭിനിവേശം നടത്തുന്നതിനോ രതിമൂർച്ച നടത്തുന്നതിനോ ഒരു മാർഗമില്ലാതെ വരുമ്പോൾ ഇത്തരം AI റോബോട്ട് സ്ത്രീരൂപവും, AI റോബോട്ട് പുരുഷരൂപവും, AI റോബോട്ട് ശിശുരൂപവും ഏത് മോഡലിൽ, ഏത് പ്രായത്തിൽ, ഏത് രീതിയിലുള്ള വ്യക്തികളെയും കിട്ടുന്ന അവസ്ഥയിലേക്ക് ലോകം വരും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ മുന്നോടിയായിട്ട് ലോകത്തിലെ ആത്മാക്കളെ നശിപ്പിച്ച് പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് വലിച്ചു താഴ്ത്തി യേശു ഉയർപ്പിച്ച് വീണ്ടും പുറത്തു കൊണ്ടുവന്ന് വിധിക്കുമ്പോൾ ഈ വചനങ്ങൾ കേട്ട നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഈ വചനം കേട്ടുകൊണ്ട് ഇതിന് കരുതിയിരിക്കണം. നമ്മുടെ പെൺമക്കളുടെ വസ്ത്രധാരണവും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളും വിദേശത്ത് പോയി ജോലി കൊണ്ട് പണം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴും അവരവിടെ ആസ്വദിക്കുന്നു, നോക്കുന്നതും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, പറഞ്ഞിരിക്കണം.
അവരോടൊക്കെ പറയണം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംഭവം കൂടെ വരുന്നുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങളുടെ വിദേശത്തുള്ള മക്കൾക്ക് അയച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അവരിവിടെ കേൾക്കട്ടെ. നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ 100 കണക്കിന് ബന്ധുക്കൾക്ക് 10,000ങ്ങളിലേക്ക് അയച്ചു കൊടുത്ത് ഈ വചന ലോകത്തെത്തിക്കണം. കാരണം ഇത് വൻ ചതിയും വൻ അപകടവുമാണ്. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ചതി വരുന്നതേയുള്ളൂ. സഭയുടെ ഇല്ലായ്മയിലേക്ക് വന്നു കഴിയുമ്പോൾ ലോകത്ത് മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. മനുഷ്യന് ലൈംഗിക അഭിനിവേശത്തിൻ്റെ ഭ്രാന്തൊന്ന് വേറെ, ഭക്ഷണം കിട്ടാത്തതിനുള്ള വിശപ്പിൻ്റെ ഭ്രാന്ത് വേറെ, സമാധാനവും സന്തോഷവും ലഭിക്കാത്തതിൻ്റെ ഭ്രാന്ത് വേറെ. അങ്ങനെ മനുഷ്യൻ ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്ന അവസ്ഥയിലേക്ക്, വലിയ വലിയ ദുഃഖത്തിലേക്ക്, വലിയ തകർച്ചയിലേക്ക്, വലിയ കടുത്ത നിരാശയിലേക്ക് മനുഷ്യൻ അധംപതിക്കുമ്പോൾ പ്രിയ സഹോദരരെ, നമുക്കല്പം അതുകൊണ്ടാണ് അവർ സുന്ദരായ കടൽ മുതൽ കടൽ വരെ അഴിഞ്ഞ് കർത്താവിൻ്റെ വചനം തേടി വിടരും, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരൻ, ഇത്തരം ക്ലാസ്സുകൾ നിങ്ങളുടെ വ്യക്തികൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് 10,000ങ്ങളേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് സുവിശേഷത്തിൽ പങ്കാളികളാകണമേ. കാരണം യേശുവിൻ്റെ വരവ് 2007 ആഗോള യുദ്ധം തുടങ്ങിക്കൊണ്ട് പിന്നെ അധികം കാലം സുവിശേഷമൊന്നും നടക്കില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ സുവിശേഷമൊക്കെ നിന്നുപോകും, മാധ്യമങ്ങൾ ഇല്ലാതാകും, മീഡിയകൾ ഇല്ലാതാകും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ യൂട്യൂബിനെ വളർത്തിക്കൊണ്ട്, ഈ ക്ലാസ്സുകളെ വളർത്തിക്കൊണ്ട് എനിക്ക് കൂടുതൽ ക്ലാസ്സിനായിട്ട് പ്രോത്സാഹനം തന്നുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനം എന്താണ് മണൽത്തിട്ടയെന്നും എന്താണ് ഈ വചനം, ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം തിരുവചനം മുതൽ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ലോകം, അതാണ് വെളിപാട് ഗ്രന്ഥം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രതിമ. ഈ പ്രതിമയുടെ മുമ്പിൽ മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി ലോകം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ യഹൂദന്മാർ ഒരിക്കലും പ്രതിമയെ ആരാധിക്കില്ല, അത് മഹാപാപമാണ്. അങ്ങനെ ആരാധിക്കാതെ വരുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആളുകൾ ഇസ്രായേലിലെ ആളുകളെ പിടിക്കുകയും അവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ വരാനും കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവമായി യേശു ക്രിസ്തു ഈ സകല തിന്മയുടെ പിശാചുക്കളെ, ഈ ദുരാത്മാക്കളെ, ഈ പൈശാചികതയുള്ള സൈനിക വ്യൂഹങ്ങളെ, ഈ പൈശാചികതയുള്ള രാഷ്ട്രങ്ങളെ, ഇത്തരം അധകൃതമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോയ സമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെ, ജനങ്ങളെ, ജനവിഭാഗത്തെ സർവശക്തനായ ദൈവം ശിക്ഷിക്കുകയും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും യേശു ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധിയോടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയും ചെയ്യുന്നവരെ തൻ്റെ നിത്യമഹത്വത്തിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക് സർവശക്തനായ ദൈവം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ആ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ടുള്ള വചനങ്ങളിലൂടെ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് കടന്നു പോവുകയാണ്. ഘട്ടം ഘട്ടമായി നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ അത്തിമരത്തെ നോക്കി പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി, ഞാൻ എൻ്റെ ക്ലാസ് ഇട്ടിരുന്നു, അതിൻ്റെ കൊമ്പുകൾ ഇളതായി ശാഖകൾ തളിർക്കുന്നത് കാണുമ്പോൾ അവൻ വാതിലെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇപ്പോൾ ഇസ്രായേൽക്കാർ ഒരു ജെറുസലേം ദേവാലയത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അവർ മുട്ടുമടക്കാൻ, അവരുടെ കൊമ്പുകൾ അഹങ്കാരം ഇളതായി മാറി എന്ന് പറഞ്ഞാൽ അഹങ്കാരം എളിമയായി മാറിക്കൊണ്ട് അവർ മുട്ടുമടക്കിക്കൊണ്ടൊരു കർത്താവിനെ ആരാധിക്കുവാൻ, ഒരു ബലി അർപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്, അമിതമായി ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി അവർ ദേവാലയം പണിയാൻ തുടങ്ങുമ്പോഴത്തേൽ അത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പുറപ്പെടും. അങ്ങനെ ലോകം അതിൻ്റെ അതിഥിയിലേക്ക് അടുക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു 2ാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ വചനം കേട്ട്, വചനം ധ്യാനിച്ച്, വചനം പഠിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഒരുക്കം സ്റ്റെപ്പായി ഘട്ടം ഘട്ടമായി നമ്മൾ ഒരുങ്ങി കർത്താവായ യേശുവിന് വേണ്ടി ധീരതയും ധൈര്യവും വിശ്വാസവും വിശുദ്ധിയുമുള്ളവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എവിടെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടെ, എവിടെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിക്കുന്നുവോ, നിങ്ങളുടെ വേദനകളിൽ, ഉത്കണ്ഠകളിൽ, ആകുലതകളിൽ, പ്രശ്നങ്ങളിൽ, ആകുലതയുടെയും ഉത്കണ്ഠയുടെയും അമിതമായ ദുഃഖഭാരത്തിൻ്റെയും മറ്റുള്ളവരുടെ പുച്ഛത്തിൻ്റെയും നടുവിൽ നിങ്ങളുടെ ആത്മാവ് വേദനിച്ചാൽ, നിങ്ങളുടെ മനസ്സ് വേദനിച്ചാൽ, അവിടെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവേ എൻ്റെ സഹായത്തിന് വരണമേ, എന്നെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ, എന്നെ സംരക്ഷിക്കണമേ എന്ന് നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സംരക്ഷിച്ചിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, വേദനകൾ കർത്താവായ യേശു ക്രിസ്തു എടുത്തു മാറ്റും. നിങ്ങളെ കർത്താവ് രക്ഷിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആകുലതകളിൽ, ഉത്കണ്ഠകളിൽ, വേദനകളിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഏകസത്യ ദൈവമായ യേശു ക്രിസ്തു നിങ്ങളെ നയിക്കും, നിങ്ങളെ ഭരിക്കും, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളിൽ, ആകുലതകളിൽ, ഉത്കണ്ഠകളിൽ, നിങ്ങളുടെ പതർച്ചകളിൽ, നിങ്ങളുടെ അവിശ്വാസങ്ങളിൽ, നിങ്ങളുടെ രോഗങ്ങളിൽ, നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചോ മക്കളെ. യേശു ക്രിസ്തുവിനെ നിങ്ങളെ കരങ്ങൾ കൂപ്പി യേശുവെ സ്തോത്രം എന്നോട് സ്തുതിച്ചോ മക്കളെ.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് വെളിപാട് 3:10 കർത്താവ് പറയുന്നത്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് വെളിപാട് 3:10 കർത്താവ് പറഞ്ഞ വചനം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. വെളിപാട് 3:10 അതിനകത്ത് എഴുതി വച്ച വചനം എന്താണ്? സകല ഭൂവാസികളെയും പരിശോധിക്കാൻ ലോകത്തിലുണ്ടായിരുന്ന കർഷക സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കും എന്ന എൻ്റെ വചനം നീ പരിപാലിച്ചുകൊണ്ട് കാത്തതുകൊണ്ട്, നീ ഉറച്ചു നിന്നുകൊണ്ട് നിന്നെ ഞാൻ സംരക്ഷിക്കും. ഞാൻ വേഗം വരുന്നു, എൻ്റെ കിരീടം ഞാൻ നിനക്ക് തരും. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ നിൽക്കുക. പരിശുദ്ധിയാണ് നിന്റെ കിരീടം, പരിശുദ്ധിയാണ് നിന്റെ ശക്തി, പരിശുദ്ധിയാണ് നിന്റെ ജ്ഞാനം, പരിശുദ്ധിയാണ് നിന്റെ വേഗം, പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കേണ്ടത്. ഈ ലോകത്തിലെ ജഡത്തോട് ചേർന്ന് നിൽക്കരുത്. ജലമോഹങ്ങളെല്ലാം വലിച്ചെരണം പ്രിയപ്പെട്ടവരുടെ സമയമായി, ഒരുങ്ങാൻ സമയമായി പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വരവ് പടിവാതിൽക്കലാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും തകർച്ചകളും വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളെ ശല്യപ്പെടുത്തി നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഈ യേശു ക്രിസ്തുവിൽ അടിയുറയ്ക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, സകല ഭൂവാസികളെയും വെളിപാട് 3:10 സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിനുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത്, പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമുക്ക് കാത്തു പരിപാലിക്കാം. യേശു എന്ന ആ ശക്തി, യേശു എന്ന ആ വചനം, യേശു എന്ന നാമം നമ്മുടെ അധരങ്ങളിൽ, ഹൃദയത്തിൽ, ചിന്തകളിൽ, ഭാവനകളിൽ, കാഴ്ചപ്പാടുകളിൽ, അധരങ്ങളിൽ, കണ്ണുകളിൽ, ഓർമ്മകളിൽ, പഠനങ്ങളിൽ, നോട്ടത്തിൽ, കാഴ്ചയിലുണ്ടായിരിക്കട്ടെ. യേശു എന്ന നാമത്തിൻ്റെ ശക്തി, യേശുമയം. എവിടെ നോക്കിയാലും യേശു ക്രിസ്തു, എവിടെ പറഞ്ഞാലും യേശു, എന്ത് ചിന്തിച്ചാലും യേശു, എന്ത് കണ്ടാലും യേശു, എന്ത് ഫോൺ വിളിച്ചാലും യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ വരവ്, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് ചുറ്റും കോട്ട കെട്ടി നിൽക്കട്ടെ. സക്രിയ 9:2 തിരുവചനം, ആരും കാര്യപ്പെടാൻ നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവന ചുറ്റും പാളിമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദനും നിന്നെ തകർക്കില്ല, നശിപ്പിക്കില്ല, ഒരു മർദ്ദനെ കീഴടക്കുകയില്ല എന്ന് കർത്താവ് ചെയ്യും. വെളിപാട് 3:10 പറഞ്ഞിരിക്കുന്നു, നീ എൻ്റെ വചനങ്ങൾ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിന്നു, നീ എൻ്റെ വചനം കാത്തു, അതിൽ നിന്നെ സംരക്ഷിക്കും. ഏശയ്യാ 57:1 എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാൻ വിനാശം എടുക്കപ്പെടും, അവൻ സന്മാർഗ നിരതനായി തൻ്റെ കിടക്കയിൽ വിശ്രമം വരളും. ഈ വചനങ്ങളൊക്കെ ഏശയ്യാ 57:1 പ്രിയപ്പെട്ടവരെ എടുത്തു വെച്ച് വായിച്ച് ഭിത്തിയിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ എഴുതി ഒട്ടിക്കണം, നിങ്ങളുടെ വാഹനങ്ങളിൽ എഴുതി ഒട്ടിക്കണം, നിങ്ങളുടെ വീടുകളിൽ എഴുതി ഒട്ടിക്കണം പ്രിയപ്പെട്ടവരെ. വചനങ്ങൾ ആവർത്തിച്ച് പറയണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ദുരാത്മസേനകൾ, പൈശാചി വ്യൂഹങ്ങൾ ചെറുതല്ല. അത് നിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും, ആത്മാവിനെ കീഴ്പ്പെടുത്തും, നിന്റെ വിശുദ്ധിയെ നശിപ്പിക്കും. അഷിമദേവതയും ബാൽദേവന്മാരും നമ്മളറിയാതെ നമ്മൾ അവരെ ആരാധിക്കുന്നുണ്ട്, നമ്മളറിയാതെ നമ്മൾ അവരെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ തക്ക സമയത്ത് അവർ പ്രത്യക്ഷം നമ്മളെ കീഴ്പ്പെടുത്തും പ്രിയപ്പെട്ടവരെ. അതിന് അനുവാദം കൊടുക്കരുത്. യേശു ക്രിസ്തു അടിയുറയ്ക്കണം. അതിലെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.